ദൈവപരിപാലനയുടെ കരം തിരിച്ചറിയുന്ന ജീവിതാനുഭവങ്ങളെ വർണ്ണിക്കുന്ന ബെത്സൈദയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിവെച്ചത് ജോജോ എന്ന സഹോദരൻ്റെയും ഭാര്യ ലിൻസി ടീച്ചറിൻ്റെയും ജീവിതാനുഭവങ്ങളാണ്. ജീവിത പങ്കാളിയെ അപകടത്തിൻ്റെ വക്കിൽ നിന്ന് തൻ്റെ പ്രാർത്ഥനയും സ്നേഹവും ശുശ്രൂഷയൊക്കെ വഴി ദൈവകരത്തിൽ ആശ്രയിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ലിൻസി എന്ന ടീച്ചറിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. ഇവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദിവസം അനങ്ങി പിന്നെ ICU പെട്ടെന്ന് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3-4 ദിവസം കൂടി എടുത്തു. കൂടെ നിൽക്കുന്നവർ തിരിച്ചറിയാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, എത്ര ദിവസം കണ്ടടച്ചായിരുന്നാലും കണ്ണു തുറക്കുമ്പോൾ എൻ്റെ നല്ല എല്ലാവരും തിരിച്ചറിയണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലാണ്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു, മിറക്കിള് സംഭവിച്ചാലേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞത്. മടുപ്പ് തോന്നാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു അനക്കം ഉണ്ടായി. 23 ദിവസം 23-ാം ദിവസം അനങ്ങി പിന്നെ ICU പെട്ടെന്ന് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3-4 ദിവസം കൂടി എടുത്തു അതിൽ നിന്ന് ഇറക്കാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു മാസം എടുത്ത് 23 പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു മാസത്തോളം കിടന്നു ICU. അപ്പോഴും ആളൊരു ബോധത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇല്ല. അന്നേരം ഇങ്ങനെ പിച്ചാലനങ്ങും അത്രേ ഉള്ളൂ. എന്നാലും നമുക്കതൊരു വലിയൊരു ധൈര്യമാണ്. കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നീട് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് തുടർന്നു. നല്ല ഡോക്ടറായിരുന്നു, ഡോക്ടർ സുബ്രഹ്മണ്യം മെഡിക്കൽ ട്രസ്റ്റിൽ. വളരെ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. വളരെ സപ്പോർട്ടായിരുന്നു. പിന്നീട് ഈ കോമ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് വിളിക്കണം എന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോൾ ഉണർന്ന് തിരിച്ചു വരണം, പിന്നെ മ്യൂസിക് കേൾപ്പിക്കണമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും പറഞ്ഞപ്പോൾ തന്നെ വിളി റൂമിലേക്ക് മാറ്റി. ഏകദേശം 30 ദിവസമൊക്കെ ആയപ്പോഴത്തേനും റൂമിൽ ആക്കിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ. ഇനി നിങ്ങളുടെ രീതിയായിരിക്കുന്നതാണ് നല്ലത്, റൂമിലേക്ക് ആക്കാൻ പറഞ്ഞു. റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാലത്തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ജോ 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 എന്ന് പറഞ്ഞു. ചുറ്റുപാടുണ്ടാവും. ചേച്ചി സ്ഥിരമായിട്ട് ഞാനും ജോജൻ്റെ നേരെ മൂത്ത ചേട്ടനുണ്ട് ജോഷി ചേട്ടനും ഞാനും ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാത്തുമാരും 2 നാത്തുമാരാണ്. അവർ ഫാമിലി ആയിട്ട് രാവിലെ വരും, വൈകുന്നേരം വരെ അവരുണ്ടാവും അവിടെ. അപ്പോൾ അവർ പിന്നെ അവരുടെ ഒരു പേരക്കിടാവുണ്ട്, വെച്ച് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഡോൺ അവൻ മരിച്ചിപ്പോൾ അന്ന് അവനുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റൂൾ വലിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് അവൻ വിളിക്കുമായിരുന്നു, ഇങ്ങനെ ജോജോ പാപ്പാന്ന് പറഞ്ഞ് വിളിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു ഒന്ന് ചെയ്യുമായിരുന്നു. പിന്നെ പാട്ട് വെച്ച് കൊടുത്ത് ഭയങ്കര റെസ്പോണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഈ ഹെഡ്ഫോൺ വെച്ച് കൊടുത്ത് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ചെറുതായിട്ട് മാറി തുടങ്ങി. പിന്നെ എല്ലാം പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കണ്ണൊക്കെ കുറച്ച് തുറക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് വലിയൊരു പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാലേ, നമ്മളവിടെ കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ അനങ്ങണവരൊക്കെ ആയിട്ട് ഒത്തിരി പേരെ നമ്മളവിടെ കാണുന്നുണ്ടല്ലോ. അപ്പം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഈ ബോധം വരണതിന് മുമ്പ് ഇങ്ങനെ കിടക്കും, വന്നു കഴിയുമ്പോൾ ഒരെണ്ണത്തിന് കൂടെ നിൽക്കണവർ തിരിച്ചറിയാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, എത്ര ദിവസം കണ്ടടച്ചായിരുന്നാലും തുറക്കുമ്പോൾ എൻ്റെ നല്ല എല്ലാവരും തിരിച്ചറിയണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലാണ്. ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ജോലിക്ക് പോയതാണ്, ആളും ജോലിക്ക് പോയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും തിരിച്ച് വീട്ടിലെത്തുന്നത് ഒരു 2.5 മാസത്തിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. പിന്നെ കുട്ടികളവിടെ അലൗ ചെയ്യില്ല, കുഞ്ഞുങ്ങൾ കയറ്റാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ കൊച്ചുങ്ങൾ വരുമ്പോഴേക്കും ഐറ്റങ്ങളേക്കൊന്ന് തിരിച്ചറിയണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എത്ര നാൾ വേണമെങ്കിലും കിടന്നോട്ടെ, പക്ഷെ കണ്ണുറക്കുമ്പോൾ ഞങ്ങളെയൊക്കെ തിരിച്ചറിയണം. അതൊരു വലിയ പ്രാർത്ഥന കേൾക്കണമെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവായിട്ട് കണ്ണ് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് തുറന്ന് കൃഷ്ണമണി ഇങ്ങനെ
അനക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ച് അങ്ങനെ ഓരോരുത്തരെ ചോദിക്കും. നേരെ മൂത്ത ചേട്ടനായിട്ടാണ് കൂടുതൽ ഭയങ്കര കണക്ഷനാണ് രണ്ടുപേരും കൂടി. ഓക്കെ. കാലത്ത് രണ്ടുപേരും കൂടി വന്നതാണ് ബിസിനസ്സിൻ്റെ സ്ഥലത്തുനിന്ന്. ഓക്കെ. അപ്പോൾ വന്ന വഴി ചേട്ടനെ ആരാണ് തിരിച്ചു വിളിച്ചു പൈസയുടെ എന്താ കാര്യത്തിന്. അവർ ആളെന്ന ബസ്സിന് പൊക്കോളാന്ന് പറഞ്ഞ് പോന്നിട്ട് റോഡ് ക്രോസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ അത്ര ഭയങ്കര കണക്ഷൻ. അപ്പോൾ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ട് ചേട്ടൻ്റെ എത്തിയപ്പോൾ നിർത്തി, പിന്നെ പോയില്ല. അപ്പോൾ ആളെ തിരിച്ചറിയണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വലിയൊരു സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞൊരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ വേറെ മൂളയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ചേട്ടനാണെന്ന് വെച്ചാൽ നമുക്കൊരു റെസ്പോണ്ടും കിട്ടൂല, പക്ഷെ നോട്ടം അവിടെ എത്തുമ്പോൾ നിൽക്കും. അങ്ങനെ പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സും കുറേ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ച ഒരു ദിവസം എന്നെ ഇതാരാണ് ഈ നിൽക്കണമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ നിന്ന് 3 മാസമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. അതെ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു, മിറക്കിള് സംഭവിച്ചാലേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു മിറക്കിൾ തന്നെയായിരുന്നു. കാരണം നമുക്കൊരു ഉറപ്പുള്ള കാര്യമല്ല, ദൈവം കൊണ്ടു തരുന്ന അനുഗ്രഹം കൈനീട്ടി മേടിക്കാനല്ലാതെ നമുക്കൊന്നും അതിൻ്റെ അകത്ത് പറയാനില്ല. കടന്നുപോയത് വലിയൊരു ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ അങ്ങേറ്റത്തൂടെയാണ്. പിന്നീട് ഇപ്പോൾ ടീച്ചർ ജോലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ആ സമയത്ത് ഞാൻ പാലക്കാടായിരുന്നു. അപ്പോൾ ഫോൺ വന്ന് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പാലക്കാടേക്ക് പിന്നെ പോയില്ല. എന്ന് വെച്ചാൽ 3 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫറിന് ശ്രമിച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞു ട്രാൻസ്ഫറിന് കൊടുത്തു റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വേണം അങ്ങനെയൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരാൻ തയ്യാറായിരുന്നു. കാരണം അത്രയും സീരിയസ് ആണല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ സർട്ടിഫിക്കറ്റ് വെച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് 1 മാസം 1.5 ആഴ്ച മുമ്പൊക്കെ എനിക്ക് പാലക്കാട് നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഞാൻ കൊടുത്തത്. അവിടേക്ക് വെറ്റിലപ്പാറയിലേക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാനൊക്കെ ഞാൻ ആശുപത്രിയിൽ നിന്നാണ് പോയത്. പിന്നെ ലീവ് എടുത്തു. 3 മാസം ലീവായിരുന്നു. ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ കിട്ടാനായിട്ട് പിന്നെയും കുറേ വർഷങ്ങൾ എടുത്തോ? അതോ മാറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു സുപ്രഭാതത്തിലൊരു മാറ്റവും ഇല്ല. അതൊക്കെ ഇങ്ങനെ സ്ലോയില് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നടന്നു. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. വലിയ കുറേ ദിവസത്തുമ്പോൾ നമുക്ക് കുറേ മാറ്റം ഉണ്ടായെന്നുള്ളൊരു തിരിച്ചറിവില്ല. അങ്ങനെ ഗ്രാജുവൽ ചേഞ്ച് ആണ്. അല്ലാതെ ഒരു ഇന്നങ്ങനെ ചെയ്തു നാളങ്ങനെ ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ 2 നേരം അവർ ചെയ്യും, പിന്നെ ഞാനും ചെയ്യും ഇടയ്ക്കൊക്കെ. ഞാനവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് കണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡ് അവിടെ കൊണ്ടുവരുമ്പോൾ 2.5 മണിക്കൂറത്തെ ഗ്യാപ്പിലാണ് അവർ ഫുഡ് കൊടുക്കുക. 2 മണിക്കൂറത്തെ ഗ്യാപ്പ്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ ഞാൻ ആദ്യം തന്നെ പഠിച്ചു. കാരണം ഒത്തിരി പേഷ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ സിസ്റ്റേഴ്സ് അത് കൊടുത്ത് വരുമ്പോഴത്തേനും 1.5 മണിക്കൂർ ഗ്യാപ്പ് വരും. അപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനായിരുന്നു ഫുഡ് കൊടുത്തിരുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ 3-4 ഫുഡിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഞങ്ങൾക്ക് റെഡിയാക്കി കിട്ടി. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും കൊടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ രാവിലെ ഒരു ക്യാരറ്റ് ജ്യൂസും രാവിലെ ആപ്പിൾ ജ്യൂസും ഫ്രഷ് ജ്യൂസ്, വൈകിട്ടൊരു ക്യാരറ്റ് ജ്യൂസ് ഞാൻ ഡെയിലി ഫ്രഷ് ജ്യൂസ് കൊടുക്കാറുണ്ടായിരുന്നു. അതിനും കൂടി ഒരു ഗ്യാപ്പ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. അതൊക്കെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നമുക്കങ്ങനെ പഠിക്കാനും അത് ചെയ്യാനൊക്കെ പറ്റുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ജോജോ ചേട്ടൻ തൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് 18 വർഷം അല്ലേ, ഈ 18 വർഷം കൊണ്ട് കുറേയേറെ മാറി ജീവിതത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. എങ്കിലും പരിമിതികൾ ഇപ്പോഴും ഉണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. വോക്കറുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. സംസാരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാനായിട്ടുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെല്ലാം കേട്ടു,
ഒരു കോമ സ്റ്റേജിലുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ പതുക്കെ പതുക്കെ കയറി പോകുന്നു എന്നുള്ളത്. ടീച്ചറെ, ദൈവത്തിന് നന്ദി പറയുക. ഇപ്പോൾ ഈ ദൈവം ഇനി ഇതിൽ കൂടുതൽ അനുഗ്രഹം തന്നാൽ കൂടുതൽ സന്തോഷത്തോടെ കൈനീട്ടി മേടിക്കുക. ഇത്രയോ തന്നുള്ളെങ്കിലും ഇതിനാൽ തന്നെ അങ്ങേറ്റം ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം ജോജോനെ സംബന്ധിച്ച് എങ്ങനെ കിട്ടിയാലും അത് ലാഭം. ദൈവത്തിന് നന്ദി. അങ്ങനെയായിരുന്നു. കാരണം കിട്ടൂലെന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത് എങ്ങനെ കിട്ടിയാലും ഞങ്ങൾക്ക് അത് ലാഭമാണ്. അപ്പോൾ ടീച്ചറത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്തയെ, എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചത്, ഞാൻ പറഞ്ഞല്ലോ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളുടെ കാര്യം, ആളുടെ വൈഫ് എന്നോട് ചോദിച്ചൊരു പ്രാർത്ഥനാ സഹായമുണ്ട്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, നോർമൽ ലൈഫിലേക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. കാരണം ഇത്രയും വർഷങ്ങളായി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അച്ഛൻ ഒരു കാര്യം പ്രാർത്ഥിക്കാമോ? എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പോൾ ദൈവം തിരിച്ചെടുക്കരുത്. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല, ഇങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കുക. എങ്കിലും ഞാനിപ്പോൾ വിധവയല്ലല്ലോ, എനിക്കൊരു ഹസ്ബൻഡില്ലേ. അപ്പോൾ ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് ഇനി അത് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ലേ പോലും ശരി, ജീവനോടെ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ സഹോദരി സ്വരമിടറിക്കൊണ്ട് എന്നോട് ഇത് പറയണത്. പക്ഷെ ആ പറച്ചിലിൻ്റെ ഒക്കെ തീവ്രത ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അന്ന് അതുപോലെ തന്നെ മക്കൾ ചെറുതുങ്ങളാണല്ലോ. അപ്പോൾ അവരെ ജോജോ ഇപ്പോൾ അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചൊക്കെ തുടങ്ങിയിട്ടൊരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതുവരെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുക, യുക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ആദ്യമേ തുടങ്ങി തന്നെ എല്ലാ കാര്യവും ജോജോനോട് പറഞ്ഞിട്ട് ചെയ്യുള്ളായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷമൊക്കെ കേട്ടാലും കേട്ടില്ലെങ്കിലും റെസ്പോണ്ട് ചെയ്താലില്ലെങ്കിലൊക്കെ എല്ലാ വിവരങ്ങളും പറയും. അങ്ങനെയാണ് പോന്നിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3-4 വർഷങ്ങൾക്ക് 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും മക്കളെ കുറിച്ചൊക്കെ അന്വേഷിക്കാനും അവർ എവിടെ എന്തെടുക്കണ്, വന്നില്ലേ പോയില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത്രയും കാലങ്ങളൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ മക്കളും ഭയങ്കര കാര്യമായിട്ടാണ് അപ്പച്ചനെ കൊണ്ടു നടക്കുന്നതും ചെയ്തിരുന്നതൊക്കെ. അവരും ആ രീതിയിൽ വയ്യെന്നുള്ള രീതിയിൽ നല്ലോണം അപ്പച്ചനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചറിന് കിട്ടാവുന്ന വലിയൊരു അനുഗ്രഹമാണിത് തീർച്ചയായിട്ടും. കാരണം ഇത്രയും എത്തിയ ആരോഗ്യത്തോടെ ജീവിത പങ്കാളിയെ കിട്ടിയെന്നുള്ളത്. അപ്പം നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞ വർഷത്തിൻ്റെ സഹനത്തിൻ്റെ നാളുകൾ, നിങ്ങളത് തരണം ചെയ്തു വന്ന വഴികൾ, കാര്യങ്ങളൊക്കെ ടീച്ചറിന് എന്തെങ്കിലും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലൂടെ, പ്രത്യേകിച്ച് നമുക്കറിയാം TV പ്രോഗ്രാമുകളിലൊക്കെ അഭയം കണ്ടെത്തുന്ന കുറേയേറെ പേരുണ്ട്, കിടപ്പ് രോഗികളായിട്ടുള്ളവർ. ഇപ്പോൾ ഗുഡ്നസ് TV ആകട്ടെ, ശാലോം ആകട്ടെ, ഷെക്കേന ആകട്ടെ, ടെലിവിഷൻ ചാനലുകളിലൂടെ ഒക്കെ ഇരുന്ന് വീടുകളിൽ നിന്ന് പരിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും ഒക്കെ ആയിട്ട് അവർക്ക് അതാ ഒരു ബലമുള്ളത്. കാരണം കിടന്ന കിടപ്പിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ശക്തിയാണ്. ഒരു പക്ഷേ ഈ പ്രോഗ്രാം ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം, വേദനയിലൂടെ കടന്ന് ചെറുപ്പക്കാർ, പിള്ളേർ, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവരുണ്ട്, എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവർ, രോഗാവസ്ഥയിൽ തളർന്ന് കിടക്കുന്നവരുണ്ട്, സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കടന്ന ഒരാൾ ഇതാ വന്ന് ഇരിക്കുന്നു. ഞാൻ കരുതിയത് ഇവിടെ വരുമ്പോൾ ഇദ്ദേഹത്തെ കാണുന്ന വീൽ ചെയറിൽ, അപ്പം എൻ്റെ വിചാരം വീൽ ചെയറിലായിരിക്കുന്ന, ഇത് വീൽ ചെയറും അല്ല, വോക്കറിൻ്റെ സഹായത്തോടെ. വീൽ ചെയർ കൊടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫിസിയോതെറാപ്പി വീട്ടിൽ വന്നിട്ട് ഒരു 3 വർഷത്തോളം ഡെയിലി ഫിസിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേജ് ഇങ്ങനെ കട്ടിൽമേന്ന് എഴുന്നേൽപ്പിച്ച് അങ്ങനെ സ്റ്റേജ് മാറുമ്പോഴും വാക്കർ ആണ് യൂസ് ചെയ്തത്. വീൽ ചെയർ ചോദിച്ചായിരുന്നു വീൽ ചെയറിലാക്കട്ട കാര്യം. അപ്പം ഞാൻ വീൽ ചെയറിലായ പിന്നെ അതിൽ നിന്ന് എനിക്ക് മടിയായിരിക്കും. ഒരു പുതിയൊരു ബോധ്യമായിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും വീൽ ചെയറിലേക്ക് നമ്മളാക്കി കൊടുത്ത പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിന്ന് അവർ എനിക്കാൻ അങ്ങനെ ഒന്ന് തോന്നിയായിരുന്നു അന്ന്. അപ്പം അതുകൊണ്ട് വീൽ ചെയർ ഇല്ല, ഞാൻ തന്നെ എനിക്ക് തന്നെ ദൈവം തോന്നിച്ചായിരിക്കും. നന്നായി. അപ്പം അതുകൊണ്ട് ഞങ്ങള് വാക്കർ പിന്നെ കയറൊക്കെ കെട്ടിയിട്ട് നടത്തുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഈ വാക്കറിലേക്കാണ് മാറ്റിയത്. വീൽ ചെയർ ഇപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഗവൺമെന്റിൽ നിന്ന് മറ്റേ ബ്ലോക്ക് പഞ്ചായത്ത് വഴി കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചെന്നുള്ളൂ. വീൽ ചെയർ ഇപ്പം ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ട്രാവലിങ്ങിനൊക്കെ സൗകര്യത്തിനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ കൊണ്ടുപോകും. അല്ലാണ്ട് വീൽ ചെയർ ഉപയോഗിക്കാറില്ല. എനിക്ക് ടീച്ചറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വേദന അനുഭവിക്കുന്നവരോട്
ടീച്ചറിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? കാരണം നിങ്ങൾ കടന്നുപോയത് ആ സഹനത്തിൻ്റെ നാൾ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സഹനത്തെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ പറയുന്നതിനൊരു പരിമിതിയുണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരുടെ കഥകളും ജീവിതവും കേട്ടിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അനുഭവിച്ചവരാ. നിങ്ങൾക്ക് എന്താണ് കടന്നുപോയ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ വഴികളിൽ നിങ്ങൾക്കുണ്ടായി നിങ്ങളുടെ ആത്മീയത, നിങ്ങളതിനെ നോക്കിക്കണ്ടത്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് രോഗികളായിട്ടുള്ളവരോടൊക്കെ പറയാനുള്ളത് എന്താണ്? മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. തമ്പുരാൻ എന്നായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ അങ്ങനെ വല്ലപ്പോഴും കേൾക്കുന്ന ഒരു ദൈവമായിട്ടല്ല എനിക്ക് അനുഭവം. എനിക്ക് എൻ്റെ ആവശ്യങ്ങളിലൊക്കെ തൊട്ടടുത്ത് നിന്ന് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അത് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. കാറ്റീസം പഠിപ്പിക്കുന്നുണ്ട്, കാറ്റീസം ടീച്ചറാണ്. ആ പിള്ളേർക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ദൈവത്തെ പരമാവധി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. മടുപ്പ് തോന്നാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, പിന്നെ സഹനത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ തീർച്ചയായും. എപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ ജീവിതം മൊത്തത്തിൽ നോക്കുമ്പോൾ ദൈവം കുറേ സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള കുറേ സഹായങ്ങളും അതിൻ്റെ കൂടെ തരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം മോൻ 5.5 മാസമായപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. കല്യാണത്തിന് മുമ്പ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. 5.5 മാസമായപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഒരു സർവൻ്റ് വീട്ടിൽ ആവശ്യമാണ്. കാരണം അപ്പനും ജോജോയും ഞാനും മാത്രമേ വീട്ടിൽ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു വാവയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഇത്രയും ദൂരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സർവൻ്റ് അപ്പം വളരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജോജോൻ്റെ അപ്പന്, അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞത് കൊച്ചിനെ കൊണ്ട് അവിടെ പോയി താമസിച്ചോളാനാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ പിന്നെ ജോജോവും അപ്പനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരാൾ ഓടിയാൽ എല്ലാം ഇവരെ ഒന്നിച്ച് കിട്ടുമല്ലോ ഫാമിലി. അതുകൊണ്ട് ഞാൻ പോയി വരികയായിരുന്നു. അപ്പോൾ ആ ചേച്ചി വീട്ടിൽ എല്ലാ കാര്യങ്ങളും കുഞ്ഞുമാവനെയും നോക്കിയിട്ട് അങ്ങനെ. ആ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ 16 വർഷത്തോളമാണ്. കമലമ്മ എന്നാണ് അമ്മയെന്നാണ് മക്കളൊക്കെ വിളിക്കുക, അങ്ങനെയാണ് വിളിപ്പിച്ചത് അവരെ. അപ്പോൾ കമല ചേച്ചിയും അപ്പനും ഒരു ഫാമിലി ആയിട്ട് വീട്ടിലുണ്ടാവും, നമ്മൾ പോയി വരും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എന്താ പറയുക, ചേർന്ന് നിൽക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ഇപ്പോൾ കമല ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം. അതുപോലൊരു സർവൻറ്റിന് എനിക്ക് കിട്ടുമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഇപ്പം എനിക്കൊരു സർവൻ്റ് ഉണ്ട്, ചേച്ചി ഏകദേശം ആ മോഡലാണ്. എന്നാലും കമല ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു സർവൻറ്റിനെ തന്നുകൊണ്ടാണ് ദൂരെ എനിക്കങ്ങനെ ഒരു ജോലി ഒരുങ്ങിയത്. പിന്നെ മോള് അംഗൻവാടി പഠിക്കുമ്പോഴായിരുന്നു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചേച്ചി ആ വർഷം പോകാൻ നിൽക്കായിരുന്നു. പ്രായമായി പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ആക്സിഡൻറ്റ്. പിന്നെ പോയില്ല. പിന്നെ ഒരു കുറേ കാലം കൂടി നിന്ന് പിന്നെ തീരെ ഇപ്പോൾ പോയിട്ടൊരു 10 വർഷമായി. 8 വർഷത്തോളം വീണ്ടും നിന്നിട്ടാണ് ആ ചേച്ചി വീട്ടിൽ നിന്ന് പോയത്. പ്രായാധിക്യം കൊണ്ടുപോയതാണ്. ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സഹനത്തിൻ്റെ കൂടി ഇങ്ങനെ ഒരു സഹായം വന്നതുകൊണ്ട് എനിക്കതൊരു വലിയൊരു അനുഗ്രഹമായി. അതുപോലെ തന്നെ ജോലി ഉള്ളത് കൊണ്ട് ഫാമിലി ഇപ്പോൾ ഈ അവസ്ഥയിൽ ആണെങ്കിൽ പോലും നമുക്ക് വേറൊരു വരുമാനം ഇല്ലെങ്കിലും ജോലി ഉള്ളതുകൊണ്ട്, അപ്പോൾ നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നുകൊണ്ട് ദൈവം സംരക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ എൻ്റെ മക്കളോട് പറയും. മക്കളും അതിൽ നല്ല അവരനുഭവിക്കാറുണ്ട്. ഒരിടത്തൊരു വഴി അടയുമ്പോൾ ദൈവം വേറൊരിടത്ത് തുറന്നു തന്ന് വഴി നടത്തണുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ പരിപാലന ടീച്ചർ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒരാളും പൂർണ്ണമായിട്ട് നശിക്കാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യനും രക്ഷപ്പെടണം എന്നാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസിച്ചാൽ ദൈവം വഴികൾ തുറക്കുന്ന കാര്യത്തിലുള്ള സംശയമില്ല. പ്രിയമുള്ളവരെ, ജോജോ ചേട്ടനെയും ലിൻസി ടീച്ചറെയും നമ്മൾ ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുക. നീണ്ട 18 വർഷങ്ങളുടെ ഒരു ജീവിത കഥയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ടീച്ചർ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണിത്. പക്ഷേ അന്ന് കടന്നുപോയ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ആ നാളുകളിൽ പിടിച്ചു നിന്നതും ആത്മീയമായ കരുത്തും ഒക്കെ വഴി നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും
അങ്ങേയറ്റം പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, കൂദാശ സ്വീകരിച്ചതിൻ്റെ ഒരു അനുഗ്രഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ രോഗിലേപനം എന്ന കൂദാശയെക്കുറിച്ചൊക്കെ മനുഷ്യരുടെ മനസ്സിൽ കിടക്കുന്ന തെറ്റായൊരു ചിന്തയുണ്ട്. ഇത് മരിക്കുന്നതിന് മുന്നേ കൊടുക്കേണ്ട, മരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണെന്നുള്ളത്. സത്യത്തിൽ രോഗി ലേപനം, രോഗിയെ ലേപനം ചെയ്യുന്ന കൂദാശയാണ്, സൗഖ്യത്തിലേക്ക് രക്ഷിക്കുന്നതിലേക്കാണ്. ഇനി ഒരു പക്ഷേ ഈ രോഗം കൊണ്ട് മരണത്തിലേക്ക് എത്താനാണ് ദൈവത്തിൻ്റെ ക്രമീകരണം. അങ്ങനെയാണെങ്കിൽ അസ്വസ്ഥതയും ഭയങ്ങളും ഒന്നും ഇല്ലാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെ ഈ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കാനുമുള്ള ശക്തി നൽകുന്ന കൂദാശയാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് രോഗിയെ സുഖപ്പെടുത്താനുള്ള കൂദാശ തന്നെയാണ്. അതൊരു വിശ്വാസമാണ് തീർച്ചയായിട്ടും. രണ്ട്, ടീച്ചർ പറഞ്ഞ നിസ്സാരമെന്ന് നമുക്ക് തോന്നും കേൾക്കുമ്പോൾ. പക്ഷേ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അവിടെ തീർത്ഥാടന കേന്ദ്രത്തിലെ വിളക്കിൽ കത്തുന്ന എണ്ണ, ആ എണ്ണ വിരലോട്ടിട്ട് ഓരോ ദിവസം ICU കയറി ഇറങ്ങുന്ന സമയത്ത് കുരിശ് വരച്ചിട്ട് ഇറങ്ങുമെന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാം, ഇതിൻ്റെ അകത്ത് വിമർശനങ്ങൾ കൊണ്ടുവരാം, ദുർവ്യാഖ്യാനങ്ങൾ നടത്താം. പക്ഷെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളുടെ മേൽ ദൈവം ഇടപെടും എന്നുള്ളതാണ്. ഒരു വിളക്കിലെ എണ്ണ അത് കൈകൊണ്ടുപോയി കുരിശ് വരയ്ക്കുന്ന അതിലെന്തൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. വിളക്കിനൊരു പ്രത്യേകത ഉള്ളത് അതിലാണ് തിരുരക്തം ഒഴുകുക. അവിടെ ഈ തിരുഹൃദയത്തിൻ്റെ പള്ളിയാണ്, അപ്പോൾ അതിൽ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിളക്കിലെ എണ്ണ എടുത്തുകൊണ്ട് വന്ന് നെറ്റിയിൽ വരയ്ക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ കത്തിയ എണ്ണയാണ്. ആ എണ്ണയ്ക്ക് അതിൻ്റെ ആ ഒരു വിശ്വാസം അതൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആത്മീയ കാര്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കയറിപ്പോരുക ചെയ്ത് ടീച്ചർ പറഞ്ഞതുപോലെ ഒരു പ്രഭാതത്തിലുണ്ടായൊരു ചേഞ്ചല്ല. ഈ 10-18 വർഷങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എത്തി ജോജോ ചേട്ടനെ ഈ അവസ്ഥയിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റി. ദൈവം ഒരുപാട് വഴി നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാക്ഷ്യം ഇതായിരുന്നു പ്രിയമുള്ളവരെ. ജീവിതത്തിൻ്റെ ഈ കഴിഞ്ഞ വഴികളിലൊക്കെ കഷ്ടകാലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, സഹനത്തിൻ്റെ വഴിയിലൂടെ നീങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ ഒരു കുടുംബിനിയുടെ, ഒരു ടീച്ചറിൻ്റെ ജീവിതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഒരുപക്ഷെ മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടായിരിക്കാം. എനിക്ക് ഇവരുടെ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് നീ പറയല്ലേ. നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്നിടത്തുനിന്ന് നിന്നെ കരം പിടിച്ചുയർത്താൻ കഴിവുള്ളൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ഇങ്ങനെ ധ്യാനിക്കുക, നിൻ്റെ രോഗക്കിടക്കയിൽ നീ തനിച്ചല്ല, നിൻ്റെ കിടക്കക്കരികിൽ നിൻ്റെ ദൈവം നിന്നോടൊപ്പമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തമാണ്, അവൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്, കിടന്നിടത്തുനിന്ന് നീ എഴുന്നേൽക്കണം. നെഗറ്റീവ് ചിന്ത നിൻ്റെ തലയിൽ കയറി ഭരിക്കരുത്. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വീൽ ചെയറിൽ ഇരിക്കണ്ട, ഇരുത്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങ് ഇരുന്ന് പോയാലോ, ഓക്കറെ പിടിക്കട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ. ഒരു പ്രതീക്ഷയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് പറയുള്ളവരെ. അത് നമുക്കും കാത്തു സൂക്ഷിക്കാം കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ രോഗം എന്നുള്ള ചിന്ത നിർത്തിയിട്ട് യേശു എന്ന് ചിന്തിക്കുക, സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുക. യേശു നിൻ്റെ കരം പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, മറ്റ് ജീവിതാനുഭവത്തിൻ്റെ കഥകളിലൂടെ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും, ജോജോ ചേട്ടനും ലിൻസി ടീച്ചറും ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വന്ന് ഇരിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എങ്കിലും നിങ്ങൾ രണ്ടുപേരും അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് അത് പറയാനും പങ്കുവയ്ക്കാനായിട്ട് വന്നിരുന്നു. സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇനിയും ഇദ്ദേഹത്തിന് കൂടുതൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കട്ടെ, ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിനും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ജോലി മേഖലകൾ, കുട്ടികൾക്കൊക്കെ കാറ്റീസും പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഈ ജീവിതാനുഭവങ്ങൾ ധാരാളം മതി ദൈവ പരിപാലനയെക്കുറിച്ച് ഒരു പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.